നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡിസിസി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിലിനെ മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയ ഡിസിസിയുടെ നടപടി അംഗീകരിക്കില്ലെന്നും ഡിസിസി ഓഫീസിനു മുമ്പിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. കൂട്ടായ്മയും സംഘബോധവുമാണ് സിസിടിവിയുടെ കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന സിസിടിവിയുടെ 20ാം വാർഷിക പൊതുയോഗം കെ.വി. രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡിസിസി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിലിന് മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയ നടപടി അംഗീകരിക്കില്ലെന്നും ഡിസിസി ഓഫീസിനു മുമ്പിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി സസ്പെൻഡ് ചെയ്ത ഡിസിസി പ്രസിഡന്റിന്റെ നടപടി തിരുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് പറയുകയോ ചെയ്യാതെയാണ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫൈസൽ കാഞ്ഞിരപ്പിള്ളിയെ ഓഗസ്റ്റ് 28-ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ സസ്പെൻഡ് ചെയ്തത്. സമരങ്ങളിലൂടെയും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിലൂടെയും മണ്ഡലം പ്രസിഡന്റായിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പിള്ളി സജീവമായിരുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം വിശദീകരണം ചോദിക്കാതെ ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ നിശ്ചിത സമയത്തിനകം നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ നടപടിക്രമവും കടവല്ലൂരിൽ ഉണ്ടായില്ല. മാറ്റി നിർത്തപ്പെട്ട ആൾക്കും സഹഭാരവാഹികൾക്കും എന്തിനാണ് നടപടി സ്വീകരിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ട്. കടവല്ലൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിലിനെ മണ്ഡലം പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിയ ഡിസിസിയുടെ ഏകപക്ഷീയമായ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഇവർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും ഒപ്പിട്ട് കെപിസിസിക്കും ഡിസിസിക്കും പരാതി നൽകിയിട്ടും 40 ദിവസത്തിലധികമായി കടവല്ലൂരിലെ പാർട്ടി പ്രവർത്തനം സ്തംഭിച്ചിട്ടും നേതൃത്വം ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 5-ാം തീയതി രാവിലെ 11 മണിക്ക് കടവല്ലൂർ മണ്ഡലത്തിലെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെയും വാർഡ് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കെ കമറുദ്ദീൻ, എം മനീഷ്, നാസർ കല്ലായി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എച്ച് ഹക്കീം എന്നിവർ അറിയിച്ചു. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന സിസിടിവിയുടെ 20ാം വാർഷിക പൊതുയോഗം നടന്നു. രാവിലെ 10 മണി മുതൽ സിസിടിവി കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ.വി. രാജൻ ഉദ്ഘാടനം ചെയ്തു. സിസിടിവി ചെയർമാൻ കെ.സി. ജോൺസൺ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ ടി.വി. ജോൺസൺ പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻസ് ഡയറക്ടർ കെ.ആർ. അനന്തരാമൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കമ്പനിയുടെ വളർച്ചയും വെല്ലുവിളികളും പുതിയ പ്രവർത്തന പദ്ധതികളും സംബന്ധിച്ച വിശദമായ ചർച്ചയ്ക്ക് മറുപടിയും ഉണ്ടായി. പുതിയ ഭരണസമിതി അംഗങ്ങളെ വാർഷിക യോഗം തെരഞ്ഞെടുക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ.സി. ജോസ് സ്വാഗതവും കെ.എം. എഡ്വിൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം വിനായകസ്തുതിയോടെ ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് UDF അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം സംസാരിക്കാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു. ഇതോടെ ഭരണപ്രതിപക്ഷം തമ്മിൽ ബഹളത്തിലായി.
നഗരസഭാ ഉദ്യോഗസ്ഥയിൽ നിന്ന് അജണ്ട പ്രതിപക്ഷ നേതാവ് KV സത്താർ വാങ്ങിയെടുത്തു. ഇതോടെ അജണ്ടകൾ അംഗീകരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. യോഗം പിരിച്ചുവിട്ടെങ്കിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദത്തിലായി. ഗണപതി ഗീതം പാടിയുള്ള BJP അജണ്ട ഇവിടെ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. ഇതിനിടയിൽ KV സത്താറിന്റെ വാർഡിലെ ആംബുലൻസ് കൈമാറിയതായി പ്രചരിക്കുന്ന വിഷയത്തിൽ 13ാം വാർഡ് കൗൺസിലറുടെ ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ആദ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രമേയം വെച്ചതെന്ന് ഭരണപക്ഷാംഗങ്ങളായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ എന്നിവർ പറഞ്ഞു. എന്നാൽ തനിക്കെതിരെ വ്യാജ പോസ്റ്റർ വെച്ച് പ്രചാരണം നടത്തിയവർക്കെതിരെ ഗുരുവായൂർ ACPക്ക് പരാതി നൽകിയെന്നും ഫേസ്ബുക്കിലെ ഫോട്ടോയെടുത്ത് വ്യാജ വാർത്ത നൽകി അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് സൈബർ ആക്ട് പ്രകാരം പരാതി നൽകിയതെന്നും KV സത്താർ പറഞ്ഞു. ഇവർ ഈ കളി ഉണ്ടല്ലോ, ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി, അത് അവസാനിപ്പിക്കൂടെ? BJP അജണ്ട ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് ചെയർപേഴ്സൺ മറുപടി പറയണം. അല്ലെങ്കിൽ ചെയർപേഴ്സൺ അത് സൈബർ പോലീസിന് പരാതി കൊടുത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തും. അതാണ് ഞങ്ങൾ ആവശ്യം. അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൗൺസിൽ അലങ്കോലപ്പെടുത്തിയെന്നും ആദ്യ അജണ്ടയിലെ പേടിയാണ് പ്രതിപക്ഷം പ്രമേയവുമായി വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്ന നിലപാട് എടുക്കുന്ന ആളുകളല്ല ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ നഗരസഭ ഭരിക്കുന്നത്. അതിനെ ചില മതവർഗീയവാദികൾ തികച്ചും തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഈ UDF കൗൺസിലർമാർ അതിനെ ഒത്താശ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഭരണസമിതിയാണിത്. അതിൽ ചില മതവർഗീയവാദികൾ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിവരുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ട UDF അതിനെ ഒത്താശ നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച തൃശൂർ റവന്യൂ ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ കുന്നംകുളം ഉപജില്ലയ്ക്ക് കിരീടം. കുന്നംകുളം ഉപജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കായിക അധ്യാപകൻ സുജേഷ് മാഷിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ചാമ്പ്യൻഷിപ്പ് വാർഡ് മെമ്പർ KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, റവന്യൂ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ AS ഷാജി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമായ നവരാത്രി ആഘോഷങ്ങൾക്ക് മേഖലയിലെ ക്ഷേത്രങ്ങളിൽ തുടക്കമായി. പൂജവെപ്പും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ താണിയൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗ്രന്ഥപൂജയ്ക്ക് മേൽശാന്തി മണികണ്ഠ ശർമ്മ, കീഴ്ശാന്തി രതീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശേഷം തെച്ചിയിൽ ഷൺമുഖൻ നായർ സംഗീതാർച്ചന നടത്തി. തുടർന്ന് ക്ഷേത്രസമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും നടന്നു. കോതച്ചിറ ചിറയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഹൈമാവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, നെല്ലുവായി ധന്വന്തരി ആയുർവേദ ഭവനം MD ഡോക്ടർ CM ശ്രീകൃഷ്ണൻ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി V സന്തോഷ്, CM വേണുഗോപാൽ, O വാസുദേവൻ, PK പങ്കജം, ഉഷാമോഹനൻ, ശ്രേയ എന്നിവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൃഷ്ണന്റെയും സരസ്വതിയുടെയും പൂക്കളമൊരുക്കുന്നതിന് നേതൃത്വം നൽകിയ ശശി, തുളസീധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും കലാമണ്ഡലം ഹൈമാവതിയും ചേർന്ന് രേണുക സംഗീത നൃത്ത സമന്വയം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. മോഴിക്കുളം ഹരികൃഷ്ണൻ പദവും കലാമണ്ഡലം നിതിൻ കൃഷ്ണ ചെണ്ടയിലും രൂപേഷ് മദ്ദളത്തിലും പക്കമേളമൊരുക്കി. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ സൂര്യമംഗലത്ത് സുധീഷ് തിരുമേനി സരസ്വതി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണകി മാതൃസമിതി അംഗങ്ങളുടെ നാമസങ്കീർത്തനം ഭക്തിനിർഭരമായി.
2-ാം തീയതി 9 മണി മുതൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിന് ശ്രീദേവി അമ്പലപുരം, ഡോക്ടർ ജ്യോതി, ബി രാമചന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം ശീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളോടെ 4 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രാങ്കണവേദിയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ BK ഹരിനാരായണൻ, സീതാ രവീന്ദ്രൻ, മികച്ച നൃത്ത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ആനായ്ക്കൽ സ്വദേശി ജിഷ്ണു, ക്ഷേത്രത്തിലേക്ക് കതിർക്കറ്റകൾ നൽകാറുള്ള ആലാട്ട് ബാബു, തകിൽ കലാകാരൻ കോട്ടപ്പടി ഉണ്ണികൃഷ്ണൻ, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥൻ, മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച ഷീജാകുമാരി തുടങ്ങിയവരെ പൊന്നാടയണിയിച്ചു. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ പൂജവെപ്പ്, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി നാളുകളിലെ പ്രത്യേക ചടങ്ങുകൾക്ക് പുറമെ ഓട്ടംതുള്ളൽ, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, നാദാർച്ചന, പുല്ലാങ്കുഴൽ കച്ചേരി, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ നടക്കും. വിജയദശമി നാളിൽ പതിവ് പോലെ വിപുലമായ എഴുത്തിനിരുത്തൽ ചടങ്ങും നടക്കും. പാവർട്ടി പഞ്ചായത്ത് 3-ാം വാർഡിൽ കല്ലാംതോട് റോഡിന്റെ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നല്ലി നിർവഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷയായി. 14.22 ലക്ഷം രൂപ MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 5 ലക്ഷം, പാവർട്ടി പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 10.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർഡ് മെമ്പറും പാവർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷീബ തോമസ്, ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗസാലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CB ജോൺസൺ, സിൽജി ജോജു, സുധ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി, അഷ്കർ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന് നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം ഗ്രൗണ്ടിന് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം വെള്ളിയാഴ്ച തദ്ദേശഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. 6 പതിറ്റാണ്ടിലേറെ വർഷം പഴക്കമുള്ള കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന് 1964-ലാണ് ആദ്യമായി സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാകുന്നത്. നിലവിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടതോടെയാണ് 10 വർഷങ്ങൾക്ക് മുൻപ് പാതിവഴിയിൽ നിർമ്മാണം മുടങ്ങിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 2 നിലകളിലായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ ക്യാബിൻ, ഭരണസമിതി യോഗം ചേരുന്നതിനുള്ള ഹാൾ, ജീവനക്കാർക്കുള്ള ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. ഏകദേശം 75 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് മുരളി പെരുന്നല്ലി MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് കാർഷിക വികസന സമിതി അംഗം M ബാലാജി, ഔഷധി ഡയറക്ടർ KF ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളാകും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം PK അസീസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. പെൺകുട്ടികളുടെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറിയിൽ 3-ലും 1-ാം സ്ഥാനം പഴഞ്ഞി സ്കൂൾ കായിക താരങ്ങൾ കരസ്ഥമാക്കി. വാർഡ് മെമ്പർ KT ഷാജൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. മേഴ്സി മാത്യു ആശംസകൾ അറിയിച്ചു. ഉപജില്ലാ സെക്രട്ടറി ശ്രീനേഷ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. കബഡി കോച്ച് ലിജോ C ജോർജാണ് പരിശീലകൻ. പഴഞ്ഞി കത്തീഡ്രൽ പെരുന്നാളിന്റെ ഭാഗമായി പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് വിധു പ്രതാപ് ബാൻഡ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കോൺസേർട്ട് അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പള്ളി അങ്കണത്തിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് വിസ്മയപ്പന്തലും പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളായ ഷാജു സൈമൺ, ഗ്രിഗറീസ് കറിയ, OP ജിൻഡോ, സുനിൽ സിഗ്മ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും മഹാത്മാഗാന്ധി ചത്തുരത്തിന്റെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. നഗരസഭയ്ക്ക് മുൻവശത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് പ്രതിമ അനാച്ഛാദനവും ചത്തുരവും യാഥാർത്ഥ്യമാകുന്നത്.
നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ഒക്ടോബർ 2 രാവിലെ 9:30 MLA AC മൊയ്തീൻ പ്രതിമാ അനാച്ഛാദനവും ചത്വരം ഉദ്ഘാടനവും നിർവഹിക്കും. SC/ST കമ്മീഷൻ അംഗം TK വാസു ചത്വരത്തിൽ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്യും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മുഴുവൻ കൌൺസിലർമാർ, മുൻ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നാളിതുവരെയായി ഭരിച്ചിട്ടുള്ള നഗരസഭാ ഭരണസമിതികൾക്കൊന്നും രാഷ്ട്രപിതാവിന്റെ പ്രതിമ നഗരസഭയിലെവിടെയും അനാച്ഛാദനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭരണസമിതി ഐക്യകണ്ഠേന ഇത്തരത്തിൽ തീരുമാനമെടുത്തു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ആശയങ്ങളുമെല്ലാം ഇന്ന് സമൂഹത്തിൽ പൂർവാധികം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തീർത്തും ഉചിതമായ ഒന്നാണ് ഈ പദ്ധതിയെന്നും ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ നഗരസഭ തുടർന്നും സജ്ജമാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, സെക്രട്ടറി KK മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരി SCU-UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി കലാഗാല എന്ന പേരിൽ നടത്തിയ ഫെസ്റ്റ് ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 5 ഫൈനലിസ്റ്റ് ഗൗതമി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃത്താല BPC P ദേവരാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് PA റിഹിയാനത്ത്, MPTA പ്രസിഡന്റ് VV റിഹിയാനത്ത്, വൈസ് പ്രസിഡന്റ് വിൽസി റോഷൻ, പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ, VK മിനി തുടങ്ങിയവർ സംസാരിച്ചു. കലാശാലയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളുണ്ടായി. ശേഷം സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എന്ന ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ യുവമോർച്ച നേതാവിനെതിരെ പിണറായി വിജയന്റെ പോലീസ് ശക്തമായ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഗുരുവായൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ ചേർന്ന സദസ്സിൽ KPCC നിർവാഹക സമിതി അംഗം PK അബൂബക്കർ ഹാജി, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രകടനം നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു. KP ഉദയൻ, R രവികുമാർ, ബാലൻ വാർനാട്ട്, OKR മണികണ്ഠൻ, PV ബദറുദ്ദീൻ, KV സത്താർ, KV ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP യേശുദാസ്, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, NK അലി, സജീവ് ചാത്തനാത്ത്, ഷറഫു പന്നിത്തടം, ഫ്രെഡി ജോൺ, MK ജോസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC സെക്രട്ടറി സിജു പാവറട്ടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, നേതാക്കളായ NA നൌഷാദ്, ജോയ് ആന്റണി, NK സുലൈമാൻ, ബാലചന്ദ്രൻ പൂലോത്ത്, KP വിവേകൻ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പാവറട്ടി പള്ളിനട പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. ലതീഞ്ഞ നൊവേന, പാട്ടുകുർബാന, വചന സന്ദേശം, പതാക ഉയർത്തൽ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് മധുരപലഹാര വിതരണവും ഉണ്ടായി. പ്രസിഡന്റ് MA ജോസഫ്, സെക്രട്ടറി ബെന്നി, ട്രഷറർ ആന്റണി, സംഘടനാംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. PSC പരീക്ഷയിൽ ഉന്നത വിജയം നേടി സർക്കാർ ജോലി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്ന PSC പഠന കേന്ദ്രം കുന്നംകുളം നഗരസഭയുടെ ഏകലവ്യൻ സ്മാരക ലൈബ്രറിയിൽ ആരംഭിച്ചു. ഏകലവ്യൻ സ്മാരക ലൈബ്രറിയിലൂടെ PSC പരീക്ഷയ്ക്ക് പഠിച്ച ഇതുവരെ 11 പേരാണ് ഉദ്യോഗം നേടിയത്. കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉദ്യോഗം നേടിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് 5 ലക്ഷം രൂപ ചെലവഴിച്ച് കുന്നംകുളം നഗരസഭാ ലൈബ്രറിയുടെ 3ാമത്തെ നിലയിൽ PSC പഠനകേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. PSC പഠിതാക്കൾക്കു വേണ്ട പുസ്തകങ്ങൾ, തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ലൈബ്രറിയിൽ നിന്നും സൗജന്യമായി ഉപയോഗിക്കാനുള്ള അവസരവും നൽകും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പഠിതാക്കൾക്കുള്ള സമയം. നഗരസഭാ ലൈബ്രറിയിലും ലൈബ്രറിയോട് ചേർന്നുള്ള CV സ്മാരക ഹാളിലും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി PSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ജോലിയിൽ പ്രവേശിച്ചവരെയും പഠനകേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗവും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി അംഗവുമായ TK വാസു ഉദ്ഘാടനം ചെയ്തു. വികസനം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ലെന്നും സാമൂഹ്യ ജീവിതത്തിന്റെ വികസനം കൂടി ഉൾച്ചേർന്നതാണ്. ഏതൊരു വികസനവും എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്താൻ നഗരസഭയ്ക്കായി എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CJ ഇവിടെ സൂചിപ്പിച്ചത്.
അതിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംരംഭമാണ് ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് ഉദ്യോഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം എന്ന നിലയിൽ ഒരു കേന്ദ്രം പ്രവർത്തിക്കുക എന്നുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ മിനി മോൻസി, സെക്രട്ടറി KK മനോജ്, ലൈബ്രറിയൻ സിൽവിയ റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലാബ് അസിസ്റ്റന്റ് ശരൺജിത്ത്, KSFിലെ TS അക്ഷയ്, സിവിൽ പോലീസ് ഓഫീസർ PV വിഷ്ണു, സുബിൻ, CA അക്ഷയ്, ബിബിൻ എന്നിവരെയാണ് ആദരിച്ചത്. 11 പേരിൽ മറ്റുള്ളവർ സർവീസിൽ പ്രവേശിച്ചതിനാൽ ചടങ്ങിന് എത്തിയില്ല. ഇവിടെ വന്ന് പഠിക്കുന്ന 2 ഉദ്യോഗാർത്ഥികൾ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 22 പേർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരാണ്. കുന്നംകുളം നഗരസഭ PSC ഉദ്യോഗാർത്ഥികൾക്കായി നൽകുന്ന PSC പഠന കേന്ദ്രം സമൂഹത്തിന് മാതൃകയാണെന്നും കൂടുതൽ പേർ സർക്കാർ സർവീസിലെത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ടെന്നും നിയമന ഉത്തരവ് ലഭിച്ച സുബിൻ ആദരചടങ്ങിൽ അനുഭവങ്ങൾ പങ്കുവച്ചു പറഞ്ഞു. നഗരസഭയ്ക്ക് പുറത്തുള്ള തന്നെ പോലുള്ളവർക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് സജ്ജമാകാനും നഗരസഭ ലൈബ്രറിയിലൂടെ സാധിച്ചുവെന്നും ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നഗരസഭ കൂടുതൽ പേരെ സർക്കാർ സർവീസിലെത്തിക്കണമെന്നും സുബിൻ കൂട്ടിച്ചേർത്തു. ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ സജ്ജമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ തല പാർട്ടി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. VS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ജെറുസലേം ഹാപ്പി ഹോം ഹർഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് വർഗീയ രാഷ്ട്രീയത്തിന്റെ വികാസവും വർത്തമാന കടമകളും എന്ന വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ക്ലാസ് എടുത്തു. പാർട്ടി സംഘടനയും വർത്തമാന കടമകളും എന്ന വിഷയത്തിൽ പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ സംസാരിച്ചു. NK ഹരിദാസൻ, AA മണികണ്ഠൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശുഭ ജയൻ, VP മൻസൂർ അലി, വാർഡ് മെമ്പർമാരായ സമീറ ഷെരീഫ്, TR ഇബ്രാഹിം, സുനിത പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ബിരുദതലം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നതും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകി വരുന്നത്. ചാലിശ്ശേരിയിൽ ഗ്രാമീണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചൈതന്യ ലൈബ്രറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ഹരിതം ബുക്സുമായി സഹകരിച്ചാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ലിറ്റററി ഫെസ്റ്റ് നടത്തുന്നത്. ചാലിശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സംരംഭമാണിതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതോടൊപ്പം ചാലിശ്ശേരിയുടെ അഭിമാനമായ പ്രശസ്ത നിയമജ്ഞൻ പാഴൂർ പരമേശ്വരനെയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അക്ബർ ആലിക്കരിയെയും ആദരിക്കും. ഒക്ടോബർ 2 വ്യാഴാഴ്ച പകൽ 3 മണിക്ക് ചാലിശ്ശേരി മെയിൻ റോഡിൽ കടവാരത്ത് കോംപ്ലക്സിൽ നടക്കുന്ന റൂറൽ ലിറ്റററി ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, EK മണികണ്ഠൻ, KK പ്രഭാകരൻ, അക്ബർ ആലിക്കര എന്നിവർ അറിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യം നിലനിർത്തുക എന്ന ആശയം മുൻനിർത്തി ധർമ്മപ്രബോധനം ട്രസ്റ്റും ഇയാൾ ശ്രീ നാരായണ ഗുരു മന്ദിരവും ചേർന്ന് സെമിനാർ സംഘടിപ്പിച്ചു. ഗുരുദർശനത്തിൽ സൂര്യന്റെ പ്രഭാവം എന്ന ക്ലാസിന്റെ ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. ഗുരുദർശന പ്രഭാവത്തിൽ സൂര്യന്റെ പ്രഭാവം എന്ന വിഷയത്തിൽ സൂര്യയോഗി സ്വാമികൾ ക്ലാസ് നയിച്ചു. സമകാലിക ലോകത്തിൽ ഗുരുദേവന്റെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും ഗുരുദേവ വംശത്തിന്റെ ഉന്നതിയിലേക്ക് വേണ്ട വഴികളെയും കുറിച്ച് ഫാദർ സജീവ് കൊളങ്ങാട്ടിൽ സംസാരിച്ചു. MA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VK സിദ്ധാർത്ഥൻ, S ശങ്കരനാരായണൻ, സുമന സുധേഷ്, സുധ, നെൽസൺ ഐപ്പ്, അഡ്വക്കേറ്റ് ജയപ്രകാശ് കോടംപറമ്പിൽ, അശോകൻ നെല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൽക്രമങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഗീതയിൽ പറയുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ അവിടെ സ്മരണയിൽ ഒരുമിച്ച് പ്രത്യേകിച്ച് ഇതുപോലെ മനോഹരമായ ഗുരുദർശനത്തിന്റെ സൂര്യപ്രഭാവം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത് ഒരു പുണ്യമായിട്ട് നമ്മൾ കാണുന്നു.
ചാവക്കാട് ബീച്ച് ലവേഴ്സ് നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനാചരണം നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ കൂട്ടയോട്ടം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, പൊതുജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന, ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു. ബീച്ചിൽ നിന്നും പുത്തൻ കടപ്പുറം വരെ നടത്തിയ കൂട്ടയോട്ടം ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹൃദയാരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ സൌജാദ് മുഹമ്മദും മാനസികാരോഗ്യവും വ്യായാമവും എന്ന വിഷയത്തിൽ സുലൈമാൻ അസ്ഹരിയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബീച്ച് ലവേഴ്സ് കോർഡിനേറ്റർ നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഷാക്കിർ, അജിത ദേവി, ബീച്ച് ലവേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യമേഖലയിൽ നടപ്പിലാക്കിയ അക്വാപോണിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. കൈതമാട്ടം ചെമ്പ്രയൂർ പുത്തൻപീടികയിൽ ബുഷ്ര മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. മത്സ്യമേഖലാ നിർവഹണ ഉദ്യോഗസ്ഥൻ AA സുലൈമാൻ, അക്വാകൾച്ചർ പ്രൊമോട്ടർ അർച്ചന എന്നിവർ പങ്കെടുത്തു. CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം, ഗ്രാമപഞ്ചായത്ത് അംഗം, സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ ചുമതലകളിൽ പ്രവർത്തിക്കുകയും അടിയന്തരാവസ്ഥക്കാലത്ത് കൊടിയ മർദ്ദനങ്ങളും ജയിൽവാസവും അനുഭവിക്കുകയും ചെയ്ത AP മൊയ്തീൻകുട്ടിയുടെ അനുസ്മരണ വാർഷിക ദിനം CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പണ്ടാരക്കാട് മാധവൻ പീടിക പരിസരത്ത് വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TK ചന്ദ്രൻ, PV അശോകൻ, KG മനോഹരൻ, KP രാജു, TK സംജിത്ത്, AA മാധവൻ, AP ഷാജി, TD സുനിൽ, MK വിജിത്ത് എന്നിവർ സംസാരിച്ചു. ലോക നദീദിനത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ നേതൃത്വത്തിൽ കേച്ചേരി പുഴയുടെ ഭാഗമായുള്ള ആളൂർ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NCC കേഡറ്റുകൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സൈനികനായ മഞ്ജിത് സിംഗ് നേതൃത്വം നൽകിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റുകളാണ് പങ്കെടുത്തത്. ആളൂർ പാലത്തിന്റെ ഇരു കൈവരികളോട് ചേർന്നുള്ള പുല്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും NCC കേഡറ്റുകൾ വൃത്തിയാക്കി. നദീദിനത്തിന്റെ ഭാഗമായി മേജർ PJ സ്റ്റൈജു കേഡറ്റുകൾക്ക് പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക നദീദിന വാരാചരണത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള സീനിയർ കേഡറ്റുകൾ തൃശൂർ ജില്ലയിൽ നടത്തുന്ന പുഴ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേച്ചേരി പുഴ ശുചീകരിച്ചത്. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് K മോഹൻ, CM മുഹമ്മദ് ഷംസുദ്ദീൻ, MS ആദിത്യൻ, CS അബിൻ, KB ശിവമല്ലി, ഇസബൽ ജോസ്, MS സനാമരിയ, സോന എന്നിവർ നേതൃത്വം നൽകി. 24 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷ് MTയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെപ്റ്റംബർ 24-ന് ചാലക്കുടി പുഴയുടെ ഭാഗമായുള്ള അതിരമ്പള്ളി പ്രദേശം ശുചീകരിച്ച നദീദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ക്യാമ്പയിൻ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ്, കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK രമേശ്, നഗരസഭാ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്ന പ്രമേയത്തിൽ 10ാം ആയുർവേദ വാരാചരണത്തോടനുബന്ധിച്ച് കടപ്പുറം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് സുല്ലമുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയ ക്യാമ്പ് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ മുഖ്യാതിഥിയായി. ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ KB ദിൽഷ നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർ സുനിത പ്രസാദ്, മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള വൈദ്യപരിശോധനയ്ക്ക് ഡോക്ടർ TP പ്രിയ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സ്വാഗതവും ഡോക്ടർ TP നിമി നന്ദിയും പറഞ്ഞു. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തി SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫൈസി നയിക്കുന്ന വാഹനജാഥ ബുധനാഴ്ച നടക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴ്ത്തേതിൽ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം സെക്രട്ടറി AS അദ്നാൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. വൈകിട്ട് 7-ന് സമാപന യോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്യും. ശരീരം തളർന്നെങ്കിലും മനസ്സ് തളരാതെ പോരാടി വിജയം കൈപ്പിടിയിലൊതുക്കി യൂനസ്.
മലപ്പുറം ജില്ലയിൽ നിതാഖത്ത് വരുത്തിയ സാമ്പത്തിക സാമൂഹിക പ്രതിഫലനങ്ങളെക്കുറിച്ചുള്ള പ്രബന്ധത്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂനസിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ ചെമ്പൻ വീട്ടിൽ പരേതനായ അബൂബക്കറിന്റെയും നഫിയുടെയും മകനായ യൂനാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ശരീരം തളർന്നത്. ഇതോടെ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് 19ാം വയസ്സിൽ തുല്യതാ പരീക്ഷ എഴുതി SLC പാസ്സായി. തുടർന്ന് ഓപ്പൺ ഡിഗ്രിയിലൂടെ BA പൊളിറ്റിക്സ് സയൻസിൽ മികച്ച വിജയവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MAയും കരസ്ഥമാക്കിയ യൂനസിന് സുഹൃത്തുക്കളാണ് സഹായം. പഴഞ്ഞി MD കോളേജിലെ മുൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ജിജി പോളിന്റെ കീഴിലുള്ള പഠനവും യൂനസിന് ഡോക്ടറേറ്റ് ലഭിക്കാൻ സഹായകരമായി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഇസ്രായേൽ ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുകയെന്ന ആഹ്വാനവുമായി കടവല്ലൂർ പഞ്ചായത്ത് പുത്തൻകുളത്തെ മലർവാടി ബാലസംഘം വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ ഐക്യദാർഢ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗസയിൽ മരിച്ചു വീണ കുരുന്നിന്റെ പ്രതീകാത്മക മൃതദേഹം കയ്യിലേന്തിയാണ് കുരുന്നുകൾ വീടുകളിലേക്ക് പ്രകടനം നടത്തിയത്. ഇസ്രായേലി ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാൻ വീട്ടമ്മമാരോട് ആവശ്യപ്പെടുന്നതിനോടൊപ്പം വീട്ടുചുമരുകളിൽ ബ്രാൻഡുകൾ അടയാളപ്പെടുത്തിയ പോസ്റ്ററും പതിച്ചു. പ്രകടനത്തിന് അമൽ നീരത്ത്, MK ഷഹരിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,765 രൂപ, പവന് 86,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 154 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെ മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയ നടപടി DCC അംഗീകരിക്കില്ലെന്നും DCC ഓഫീസിനു മുമ്പിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. കൂട്ടായ്മയും സംഘബോധവുമാണ് CCTVയുടെ കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം KV രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.